നമസ്തേ. യോഹന്നാൻ്റെ പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യം. അവിടെ യേശു പറയുന്നത്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനെന്ന്. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. അപ്പോൾ ഐ ആം ദ വേ, ദ ട്രൂത്ത് എന്ന് പറയുമ്പോൾ ഞാനാണ് സത്യം എന്നാണ് പറയണത്. സത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. അപ്പോൾ യേശു പറയുന്നത് യേശുവാണ് ഈശ്വരൻ എന്നാണ്. ഐ ആം ദ ട്രൂത്ത് എന്ന് പറയുമ്പോൾ ഞാൻ സത്യം മനുഷ്യരൂപമെടുത്തതാണ്. സത്യം ശരീരം സ്വീകരിച്ചതാണ്. എംബോഡിമെൻറ്റ് ഓഫ് ട്രൂത്താണ്, പെർസോണിഫിക്കേഷൻ ഓഫ് ട്രൂത്താണ്, സത്യത്തിൻ്റെ മൂർത്തിയാണ് എന്നാണ് യേശു പറയുന്നത്. പക്ഷേ ലൂക്കായുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ ഒരു യഹൂദൻ വന്നിട്ട് യേശുവിനോട് പറയും, ഗുഡ് ടീച്ചർ, വാട്ട് മസ്റ്റ് ഐ ഡു ടു ഹാവ് ഇറ്റേണൽ ലൈഫ് എന്ന് ചോദിക്കും. നല്ലവനായ ഗുരു, നിത്യജീവൻ നേടാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ യേശു പറയും, നീ എന്തിന് എന്നെ നല്ലവനെന്ന് വിളിക്കുന്നു? വൈ ഡു യു കോൾ മീ ഗുഡ്? ദർ ഇസ് നോ വൺ ഗുഡ് എക്സെപ്റ്റ് ഗോഡ്. ദൈവം മാത്രമാണ് നല്ലവൻ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, യേശു നേരത്തെ പറഞ്ഞത് ഞാനാണ് സത്യം എന്നാണ് പറഞ്ഞത്. ഈശ്വരനാണ് ഞാനെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരാൾ നല്ലവൻ, ഈശ്വരൻ നല്ലവനല്ലേ? അല്ലേ? അതോ കെട്ടവനാണോ ഈശ്വരൻ? ആരാണ് ഈശ്വരൻ? അപ്പോൾ നല്ലവനായ ഗുരു എന്ന് വിളിക്കുമ്പോൾ നീ എന്തിനെന്നെ നല്ലവനെന്ന് വിളിക്കുന്നു എന്നാണ് യേശു അയാളോട് ചോദിക്കുന്നത്, വിളിച്ച ആളോട്. നല്ലവരായ ആരുമില്ല. അപ്പോൾ യേശുവിനെ പ്രസവിച്ച യേശുവിൻ്റെ അമ്മ നല്ലവളാണോ? ആണോ? യേശു പറയണ നല്ലവളായിട്ട് ആരുമില്ലെന്നാണ്. അപ്പോൾ പറയുമ്പോൾ എൻ്റെ അമ്മ നല്ല സ്ത്രീയല്ല, നിങ്ങൾ ഈ കേൾക്കുന്ന ആളുടെ അമ്മ നല്ല സ്ത്രീയല്ല എന്ന് വരില്ലേ? അതിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയില്ലേ? അതുകൊണ്ട് ചോദിച്ചേ, മനസ്സിലായോ? യേശു പറയുന്നത് നല്ലവരായ ആരുമില്ല. പക്ഷെ ബൈബിൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ബൈബിളിൽ ഇപ്പം യേശുവിൻ്റെ ജനന സമയത്ത് യേശുവിന് അപ്പനില്ലല്ലോ. അപ്പൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന പാർട്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടാനില്ലല്ലോ. യേശുവിൻ്റെ അമ്മ ഗർഭിണിയായി, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്, ബട്ട് ഹെർ ഹസ്ബൻഡ് ജോസഫ് വാസ് എ ഗുഡ് മാൻ എന്നാണ് പറയുന്നത്. മത്തായിയുടെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം. ഓക്കെ. അപ്പോൾ അവിടെ ഒരു ഗുഡ് മാനെ പറഞ്ഞു. ജോസഫ് ഈസ് എ ഗുഡ് മാൻ എന്ന് പറയുന്നു, നല്ലവനാണെന്ന് പറയുന്നു. യേശു പറയുന്നത് നല്ലവരായ ആരുമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ വളർത്തച്ഛൻ നല്ലവനായിരുന്നു ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ ബൈബിൾ പറയുന്നത് കള്ളം, അല്ലെങ്കിൽ യേശു പറയുന്നത് കള്ളം. രണ്ട് വിധത്തിൽ നോക്കിയാലും സംഭവം ആകെ ചക്ക കുഴയുന്ന പോലെ കുഴയും. മനസ്സിലായോ? ഇതാണ് യേശു. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. ഇതിങ്ങനെ അല്ലാണ്ട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ്? ഇന്നാൾ ഇപ്പം ഞാൻ ഒരാളായിട്ട് ഒരു സംവാദം ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് കേൾക്കണമായിരുന്നു. അപ്പോൾ അയാൾ പറയണതാണ്, യേശു സംസാരിച്ചത് ആബ്സല്യൂട്ട് ഗുഡ്നെസ്സിനെ കുറിച്ചാണ്. ഏത്? നീ എന്തിനെന്നെ നല്ലവരെന്ന് വിളിക്കുന്നു എന്ന് പറയുന്ന ആൾ എന്തിനാണ് ആബ്സല്യൂട്ട് ഗുഡ്നെസ്സിനെ കുറിച്ച് പറയണത്? സത്യം സജ്ജനങ്ങളിൽ സാധുവായത്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? നല്ലവരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കാണ് സത്യവാക്ക്. യേശു നല്ലവനല്ല എന്ന് യേശു തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ഇനി യോഹന്നാൻ്റെ പുസ്തകം കൂടി പറയാം. അപ്പം മത്തായും ലൂക്കും പറഞ്ഞില്ലേ, യോഹന്നാനും കൂടി പിടിച്ചോ. യോഹന്നാൻ്റെ പുസ്തകം 10-ാം അധ്യായം, ഐ തിങ്ക് 10-ാം വാക്യം. അവിടെ യേശു പറയുന്നത്, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. ആടുകൾക്കുള്ള നല്ല ഇടയൻ ഞാനാകുന്നു. ആടുകളുടെ നല്ല ഇടയൻ ഞാനാകുന്നു. യേശു ഓൾറെഡി സമ്മതിച്ചല്ലേ, നീ എന്തിനാണ് നല്ലവൻ എന്ന് വിളിക്കണത്? നല്ലവരായി ആരുമില്ല. യേശുവിൻ്റെ അപ്പനും അമ്മയും ഒക്കെ പിഴകളായിരുന്നു. മനസ്സിലായില്ലേ? എന്നിട്ട് നല്ല ആടുകൾക്കുള്ള നല്ല ഇടയൻ ഞാനാകുന്നു. അപ്പോൾ വീണ്ടും തെറ്റിയോ? അപ്പോൾ ഇങ്ങനെ യേശുവിൻ്റെ വചനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തെറ്റിക്കിടക്കണേ. ഇത് കറക്റ്റ് ചെയ്തിട്ട് ഇതിലുള്ള വൈരുദ്ധ്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അത് കാണിക്കലാണ് എൻ്റെ പണി. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിനെ ഇത് കാണിച്ചിട്ട് ഇത് മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ്. 25 വർഷമായി ഞാൻ ക്രിസ്ത്യാനിയോട് സംസാരിക്കണം. വിരലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഇൻക്യൂറബിൾ ഡിസീസ് എന്ന് പറയില്ലേ, നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാനാവാത്ത രോഗം, HIV.
ഫോർ എക്സാമ്പിൾ. അത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ലല്ലോ. അതേപോലത്തെ ഒരു രോഗമാണ് ഈ ക്രിസ്തു മതത്തിലുള്ള അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ ഇസ്ലാമിലുള്ള വിശ്വാസം പിന്നെയും ആളുകൾ അതിൽ നിന്ന് ഉപേക്ഷിച്ച് ഇപ്പോൾ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് സംഘടന വന്നിട്ടുണ്ട്. അതിന് എന്താ പറയുക, ജബ്ബാർ മാഷ്, പിന്നെ രവിചന്ദ്രൻ മാഷ്, പിന്നെ ആരിഫ് തെരുവോത്ത്, അങ്ങനെ അവരുടെ ഒരു സംഘം ഉണ്ടല്ലോ, അവർക്കാണ് നന്ദി പറയേണ്ടത്. മനസ്സിലായോ? കാരണം എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം, മൂല കാരണം വിശ്വാസമാണ്. നോക്കൂ, ബൈബിൾ പറയുന്നു, മറിയെ നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത് ദൈവത്തിൻ്റെ പുത്രൻ, സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ. ഹൂസ് ദ മോസ്റ്റ് ഹൈ? ഗോഡ്. ഗോഡ് വിത്ത് എ ക്യാപിറ്റൽ ജി. അതാണ് മോസ്റ്റ് ഹൈ. അപ്പോൾ അത് ഒരു കൂട്ടുകാരുടെ വിശ്വാസം, ക്രിസ്ത്യാനികളുടെ വിശ്വാസം. യേശു മോസ്റ്റ് ഹൈയുടെ മകനാണ്. കാരണം ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബൈബിളിൽ എഴുതിയേക്കണ കാര്യമൊക്കെ സത്യമാണെന്ന് പറയുമ്പോൾ ഞാനും ഈ പറയുന്നതും ബൈബിളിൽ എഴുതിയേക്കണ കാര്യമല്ലേ. ബൈബിളിൽ എഴുതാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സംവാദം ഞാൻ പലരുമായിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർ പറയണതൊക്കെ ഞാൻ ഈ കാതി കൂടി കേട്ട് ഈ കാതി കൂടി വിടാറാണ് ചെയ്യാറുള്ളത്. കാരണം എനിക്ക് നല്ല ബോധ്യമാണ്. ഇയാളോട് എത്ര തെളിവ് കൊടുത്താലും ഇയാൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്, യേശു പിശാചാണ്, യേശു കള്ളനാണ്, നുണയനാണ് എന്ന് പറയില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അയാൾ കൊളാപ്സാവും, പക്ഷെ പറയത്തില്ല, ഇത് പറയില്ല. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ. ഒരേ ഒരാൾ മാത്രമുണ്ട്, ഒരേ ഒരു മനുഷ്യജീവനെ മാത്രമേ 25 വർഷത്തെ എൻ്റെ ഈ സർവീസിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഇവിടെ സ്വിറ്റ്സർലൻഡിൽ വെച്ച് സംഭവിച്ചത്. ഞങ്ങളുടെ ഇവിടെ ഒരു ലേക്കുണ്ട്. ആ ലേക്കിൻ്റെ അവിടെ ഒരിക്കൽ ഞാൻ മോർമൺസുമായിട്ട് സംസാരിച്ചു. മോർമൺസ് ചിന്ന പിള്ളേരാണ്ട, എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ എൻ്റെ മക്കളുടെ പ്രായമുള്ളൂ, 20s ഉള്ള ആൾക്കാർ. അപ്പോൾ അവരായിട്ട് സംസാരിച്ച്, അവർ 2 പേരുണ്ട്. ഒരാൾ ഭയങ്കര ഹാർഡ് കോർ ബിലീവറാണ്, മറ്റേ ആൾ കുറച്ചുകൂടി യങ്കറാണ്. മാത്രമല്ല അയാൾക്ക് അത്രയും ബൈബിളിലൊന്നും അത്ര പിടിപാടുമില്ല. അപ്പം ഞാനെന്ത് ചെയ്യും, ഞാൻ ഈ വീക്കായിട്ടിരിക്കുന്ന ആളുണ്ടല്ലോ അയാളെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാനൊരു ലേക്കിൽ വെച്ച് സംസാരിച്ച് ഒരുപാട് തെളിവ് ഒന്നിനു പുറകെ ഒന്നായിട്ട് യഹോവയെക്കുറിച്ച്, യഹോവ ഭയങ്കര ഈവിളാണെന്നുള്ളത് തെളിയിച്ചു കൊടുത്ത്. അപ്പം അയാൾ സമ്മതിച്ചു. അയാൾ പറഞ്ഞു യു റൈറ്റ്, ദിസ് കനോട്ട് ബി ഗോഡ്. അങ്ങനെ കേട്ടോ പറഞ്ഞത്, അല്ലാണ്ട് ഡെവിളെന്ന് പറഞ്ഞില്ല. ഓക്കെ, ബട്ട് അയാൾ സമ്മതിച്ചു ഇത് ദൈവമാകാൻ സാധ്യതയില്ല എന്നാൾ പറഞ്ഞു. ഇത് ദൈവമല്ല എന്നാൾ പറഞ്ഞു. മനസ്സിലായോ? അത് 25 വർഷത്തിൽ ഒരാൾ എന്താ പറയുക, നീലക്കുറിഞ്ഞ് പോലും 12 വർഷത്തിൽ പൂക്കില്ലേ, ഇത് അത്രയും പോലും ഇല്ല. മനസ്സിലായോ? അത് ഞാൻ എത്ര ആൾക്കാരോട് സംസാരിച്ചെന്നറിയോ? 25 വർഷം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞ ഇതാണ് ഈ കാര്യം പറയലാണ്. കാരണം ഇങ്ങനെയുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിൽ വീണ് കഴിഞ്ഞാൽ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ആ പറയാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ആത്മാർത്ഥത ഇല്ലാത്ത മനുഷ്യനായി പോകും. കാരണം ഇത് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ്. നമ്മളെവിടെയൊക്കെ യുദ്ധത്തിൻ്റെ ഇത് കേൾക്കുന്നുണ്ട്, എവിടെയൊക്കെ യുദ്ധം നടക്കുന്നുണ്ട്, അവിടെയൊക്കെ ഇതുണ്ട്. അത് യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള ശത്രുതയാണ് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതിൻ്റെ കാരണം ഈ 2 പുസ്തകങ്ങളാണ്. ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകവും ഖുറാൻ എന്ന് പറയുന്ന പുസ്തകവുമാണ് അതിൻ്റെ കാരണം. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഈ 2 പുസ്തകങ്ങൾ ചൊല്ലി ഇത്ര അടി? എന്തോരം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ആൾക്കാർ തമ്മിൽ തല്ലുന്നില്ലല്ലോ. പക്ഷേ ഇതിൽ പറയുന്നത്, ഒരെണ്ണത്തിൽ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ലൂക്കായുടെ പുസ്തകത്തിൽ പറയണേ, മറിയത്തിനോട് ഗബ്രിയേൽ വന്നിട്ട് പറഞ്ഞേ, മറിയ നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ അത് ക്രിസ്ത്യാനികളുടെ വിശ്വാസം. ഇനി ഇതേ ഗബ്രിയേൽ തന്നെ ഒരു 600 വർഷം കഴിഞ്ഞപ്പോൾ ഗുഹയിലിരുന്ന് വെച്ചാൽ മുഹമ്മദിനോട് ചെന്നിട്ട് പറയണേ എന്തെന്ന്, ഈ ക്രിസ്ത്യാനികൾ അന്നേരം ക്രിസ്തു മതമൊക്കെ സ്ഥാപിതമായി. കോൺസ്റ്റന്റൈനൊക്കെ വന്നതിന് ശേഷമാണത്. കോൺസ്റ്റന്റൈനാണ് ക്രിസ്തു മതത്തിനെ റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതോടുകൂടി തന്നെ റോമ സാമ്രാജ്യവും അവസാനിച്ചു. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. പിന്നെ ഉള്ളത് റോമൻ കാത്തലിക് ചർച്ചാണ്. ആ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ പവർ, സ്വാധീനം അല്പമെങ്കിലും ഇല്ലാണ്ടാവണത് ലൂതർ വരുന്നതിന് ശേഷമാണ്, 16-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ലൂതറാണ് എന്താ പറയുക പ്രൊട്ടസ്റ്റ് ചെയ്തത്. ആ പ്രൊട്ടസ്റ്റൻ്റ് എന്ന് വിളിക്കണം അവരെ. മനസ്സിലായോ? അങ്ങനെയൊരു കാത്തലിക് ചർച്ചിൽ നിന്ന് റിബൽ ചെയ്ത ആളാണ് ലൂതർ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്ന കാര്യം അതല്ല. അതായത് ഖുറാനിൽ
പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് എങ്ങനെ ഉണ്ടായി, ഖുറാൻ്റെ ഉത്ഭവം അതെങ്ങനെയാണ്, അത് നോക്കുമ്പോൾ മുഹമ്മദിൻ്റെ അടുത്ത് ഗബ്രിയേൽ വരണേ. മുഹമ്മദിന് 40 വയസ്സ് പ്രായമുള്ളപ്പോൾ ഗബ്രിയേൽ വന്നിട്ട് 600 വർഷങ്ങൾക്ക് മുമ്പ് മറിയനോട് പറഞ്ഞു എന്ന് ലൂക്കായുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അതായത് യേശു അത്യുന്നതൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞതിൻ്റെ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യം പറയണേ. അതായത് യേശു ദൈവപുത്രനല്ല, ദൈവത്തിന് സന്താനങ്ങളില്ല, ദൈവത്തിന് പങ്കുകാരെ ഇഷ്ടമല്ല, അവൻ്റെ സാമ്രാജ്യത്തിൽ അവന് പങ്കുകാരില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അങ്ങനെ പറയുന്നവരെ വെട്ടണമെന്നും പറഞ്ഞിട്ടുണ്ട്. കഴുത്ത് വെട്ടണം, ഇടത് കൈ വലത് കാല്, വലത് കൈ ഇടത് കാല്, ഇങ്ങനെ മാറ്റി മാറ്റി വെട്ടണമെന്നും പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ. മനസ്സിലായോ? അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം വെട്ടേണ്ടത് ഗബ്രിയേലിൻ്റെ കഴുത്തിനായിട്ടാണ് ആദ്യത്തെ വെട്ട് കൊടുക്കേണ്ടത്. മനസ്സിലായോ? കാരണം ഗബ്രിയേലാണ് ഇതിനെല്ലാത്തിനും കാരണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഗബ്രിയേൽ ആരാണ്? ഗബ്രിയേൽ ഈസ് ഓൺലി എ മെസ്സഞ്ചർ, ഒരു പോസ്റ്റ്മാനാണ് ഗബ്രിയേൽ. ഗബ്രിയേലിനോട് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മെസ്സഞ്ചറാണ്, അല്ലെങ്കിൽ യഹോവയുടെ മെസ്സഞ്ചറാണ്, അല്ലെങ്കിൽ ജീസസിൻ്റെ മെസ്സഞ്ചറാണ്. കാരണം ജീസസ് പറയണത് എന്താണ്? ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ. എവിടെ ഫാദർ? എവിടെ? ഫാദറിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോഴാണ് പറഞ്ഞത് ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ അതുമാത്രമല്ല, ഷോസ് ദ ഫാദർ, ദാറ്റ്സ് ഓൾ വി നീഡ് എന്ന് ഫിലിപ്പ് പറയുന്നുണ്ട് ഈ അവസാന അത്താഴ സമയത്ത്. അതാണ് അതിൻ്റെ സന്ദർഭം പറഞ്ഞു എന്നുള്ളൂ. അതായത് അങ്ങനെ പറയുമ്പോൾ യേശു ഫിലിപ്പിനോട് തിരിച്ചു ചോദിക്കണേ, ഫിലിപ്പ്, യു ഹാവ് ബീൻ വിത്ത് മീ ഫോർ എ ലോങ് ടൈം, കുറേ നാളായി നീ എൻ്റെ കൂടെ കൂടിയിട്ട്, എന്നിട്ട് നീ പിതാവിനെ കാണിച്ചു തരികയെന്ന് ചോദിക്കുന്നല്ലോ. ഫിലിപ്പേ, ഞാൻ തന്നെയാടാ പിതാവ്, എന്നെ കാണുന്നവൻ പിതാവിനെയാണ് കാണുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഉള്ളിലും പിതാവ് എൻ്റെ ഉള്ളിലുമാണ് എന്ന് പറയണതാണ് യേശു. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ നോക്കുമ്പോൾ യേശുവും യഹോവയും ഒരൊറ്റ ആളായില്ലേ? യഹോവ തന്നെയല്ലേ യേശു? അല്ലേ? അപ്പോൾ മനുഷ്യരിത് മൂന്നായിട്ട് കാണണേ, കാർത്തിക് ഇത് ഒന്നായിട്ട് കാണണേ. ഒരേ പിശാച് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ വന്നിരിക്കുന്ന പിശാചായിട്ടാണ് കാർത്തിക് ഇത് കാണുന്നത്. മനസ്സിലായോ? അതിൻ്റെ കാരണം എൻ്റെ അപ്പനാണ് പറഞ്ഞത് ഇത് പിശാചാണെന്ന് പറഞ്ഞത്. ഞാനല്ല ഇത് കണ്ടുപിടിച്ചത്, അതാ എൻ്റെ അപ്പൻ കണ്ടുപിടിച്ചത്. യേശു പിശാചാണ്, യഹോവ പിശാചാണെന്ന്, അതായത് കലിയാണെന്ന്. മനസ്സിലായോ? അത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. യേശു വന്നതിന് ശേഷമല്ലേ യുദ്ധം, ആങ്കർ, ഏജ് ഓഫ് വാർ, ഏജ് ഓഫ് ആങ്കർ, കലിയുഗം, യുദ്ധത്തിൻ്റെ യുഗമാണത്. ഒരു ദിവസം പോലും യുദ്ധമില്ലാത്ത ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ദിവസം പോലും യുദ്ധമില്ലാത്ത ഒരിടത്തും അങ്ങനെ ഒരൊറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല യേശു വന്നതിന് ശേഷം. എല്ലാം ഫുള്ള് കലാപമാണ്, പ്രത്യേകിച്ചും മതങ്ങളുടെ പേരിൽ. അതായത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഹൂദരും എന്ന് പറഞ്ഞ് മനുഷ്യരുടെ പുറത്ത് ലേബിൾ ഒട്ടിച്ചേക്കണേ. നീ ക്രിസ്ത്യാനി, നീ മുസ്ലിം, നീ യഹൂദൻ, ആൻഡ് യു ആർ സപ്പോസ് ടു കിൽ ഈച്ച് അതർ, ഹെയ്റ്റ് ഈച്ച് അതർ. അങ്ങനെയാണ് പഠിപ്പിച്ചു വിടുന്നത്. മനസ്സിലായോ? കാരണം ഈ പുസ്തകം അങ്ങനെയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ക്രിസ്ത്യാനികളെയും യഹൂദരെയും നിങ്ങൾ കൂട്ടുകാരാക്കരുത്, ചങ്ങാതിമാരാക്കരുത്. ഒരു കിതാബിന് പറയാൻ കൊള്ളാവുന്ന കാര്യമാണത്. ഒരു മതഗ്രന്ഥം എന്ന് പറയുമ്പോൾ മറ്റു മതക്കാരുമായിട്ട് വിദ്വേഷം ഉണ്ടാക്കണ വർത്താനമല്ലേ പറയുന്നത്? അല്ലേ? ഇങ്ങനെ പറയാൻ കൊള്ളാമോ? ആലോചിച്ച് നോക്ക്. പക്ഷേ അങ്ങനെ തന്നെയാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഖുറാനിൽ. മനസ്സിലായോ? അപ്പോൾ ഗബ്രിയേലാണ് ഇതിനൊക്കെ കാരണം. ഗബ്രിയേൽ തന്നെയാണ് മേരിനോട് നീ പ്രസവിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞതും, മുഹമ്മദിനോട് ദൈവത്തിന് പുത്രന്മാരില്ല എന്ന് പറഞ്ഞതും, അങ്ങനെ ഉണ്ടെന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ കഴുത്ത് നോക്കി വെട്ടാൻ പറയുന്നതും ഒക്കെ ഗബ്രിയേലാണ്. ഒരു മനുഷ്യരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യമാണത്. ഒരാളുടെ മതവിശ്വാസം ഇപ്പോൾ എൻ്റെ വിശ്വാസമല്ല നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ വേറൊരു വിശ്വാസം, എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, അത് പക്ഷേ ആ ഒരു കാരണം പറഞ്ഞിട്ട് നിങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അത് ശരിയാവത്തില്ലല്ലോ. അപ്പോൾ ശരികേടല്ലേ ഇവിടെ പറയുന്നത്? അല്ലേ? ഖുറാനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്?
വിഗ്രഹാരാധകരെ പതിയിരുന്ന് ആക്രമിക്കുക. ഇന്നാളെ ഞാൻ ഖുർആൻ എടുത്ത് വായിച്ച് ഒരു മുസ്ലിം സഹോദരനോട് ഞാൻ പറഞ്ഞതാണത്. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പക്ഷെ അതൊക്കെ അവർ എത്ര പറഞ്ഞാലും വെള്ളം പൂശാൻ നോക്കും. എത്ര പറഞ്ഞാലും. മനസ്സിലായോ? അതായത് മനുഷ്യർക്ക് യുക്തി എന്ന് പറയുന്ന സംഭവം ഇല്ലാണ്ടായി. ഇതാണ് എൻ്റെ ഫാദർ പറഞ്ഞിട്ടുള്ളത്. വേർ ഫെയ്ത്ത് ഡ്വെൽസ് റീസണിങ് വാനിഷസ്. എവിടെയാണോ വിശ്വാസം ഉള്ളത് അവിടെ യുക്തി, റീസണിങ് എന്ന് പറഞ്ഞാൽ യുക്തി, അത് വാനിഷ് ചെയ്യുന്നു, അപ്രത്യക്ഷമാകുന്നു. മനസ്സിലായോ? അതാണ് അതിൻ്റെ സംഭവം. രണ്ടും കൂടി ഇപ്പോൾ ഈ മുറിയിൽ വെളിച്ചമുണ്ട്. ഈ വെളിച്ചം പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടാണ് ആക്ച്വലി, അല്ലേ? രണ്ടും കൂടി ഒരുമിച്ച് നടക്കുമോ? ഇരുട്ടും വെളിച്ചവും കൂടി നിൽക്കത്തില്ല എന്ന് പറയണ പോലെയാണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന സംഭവം, യുക്തി എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ മെറിയം വെബ്സ്റ്റർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഫെയ്ത്ത് എന്ന് പറഞ്ഞ വാക്കിന്. അതിൻ്റെ ഡെഫിനേഷൻ എ ഫേം ബിലീഫ് ഓൺ സംതിങ് ഫോർ വിച്ച് ദർ ഇസ് നോ എവിഡൻസ്. അതാണ് ഫെയ്ത്ത്. അതായത് ഫേം ബിലീഫ്, ഒരു അതും വിശ്വാസം എന്ന്, മലയാളത്തിൽ വിശ്വാസം എന്ന് ഒറ്റ വാക്കുള്ളൂ. ഇംഗ്ലീഷിലാണെങ്കിൽ ഇപ്പോൾ ബിലീഫ് എന്നുണ്ട്, ഫെയ്ത്ത് എന്ന് വാക്കുണ്ട്. ഫെയ്ത്താണിത്, ബിലീഫല്ലേ. ഇപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്ന വിശ്വസിക്കുന്നു അതല്ല ഇത് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വേറെ ഏതാണ്, മതപരമായ കാര്യങ്ങളിലുള്ള വിശ്വാസം. അതാണ് ഫെയ്ത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണം. ഇപ്പോൾ ക്രിസ്ത്യൻ ഫെയ്ത്ത് അങ്ങനെ പറയൂലേ, അത് ഉറച്ച വിശ്വാസം, ഫേം ബിലീഫ് ഓൺ സംതിങ്. അതായത് ഖുറാനിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസം. അതായത് എന്തെന്ന്, യേശു ദൈവപുത്രനല്ല, ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ മാത്രമാണ് യേശു. അതിൽ ഉറച്ച വിശ്വാസം, ഫെയ്ത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു, അള്ളാഹു കൊടുത്തു, ഫെയ്ത്ത് കൊടുത്തു. ഇപ്പുറത്ത് ക്രിസ്ത്യാനികൾക്ക് ഉറച്ച വിശ്വാസം കൊടുത്തു, ഫെയ്ത്ത് കൊടുത്തു. എന്താ ഫെയ്ത്ത്? യേശു അള്ളാഹുവിൻ്റെ പുത്രനാണ്. അതാണ് അവർക്ക് കൊടുത്തേക്കണ ഫെയ്ത്ത്. ഇവർ രണ്ടുപേരും കൂടി എങ്ങനെ ഈ ലോകത്ത് ജീവിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെ ജീവിക്കും? പ്രത്യേകിച്ചും ഖുറാനിൽ അങ്ങനെ പറയുന്ന യേശു ദൈവപുത്രനാണെന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞാൽ കൊല്ലണം എന്നാണ് പറയണത്. മനസ്സിലായോ? വെറുതെയാണ് ഇവർ തീവ്രവാദികളായി പോയത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ വായിക്കണ പുസ്തകം നമ്മളെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പോലും വെട്ടിക്കൊല്ലാൻ പറയണ ഒരു പുസ്തകമാണെങ്കിൽ നമ്മുടെ അവസ്ഥ, മാനസികാവസ്ഥ എന്തായിരിക്കും? അത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കണേ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിനേക്കാളും വലിയൊരു ദ്രോഹം ഉണ്ടോ പോയി? ഉണ്ട്. എന്താ പറയുക? ഈ മദ്രസകളിൽ പഠിപ്പിക്കണ ഇതല്ലേ, ഖുറാനല്ലേ പഠിപ്പിക്കണത്, അല്ലേ? പിന്നെ ഖുറാനിൽ പറഞ്ഞേക്കണേ, നിങ്ങൾക്ക് ആഹാരം കഴിക്കണ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിന്നാം. അള്ളാഹുവിൻ്റെ നാമത്തിൽ അറക്കണ എന്തും നിങ്ങൾക്ക് തിന്നാം. മനസ്സിലായോ? അതായത് ഒരു അറുത്ത് എന്ന് വെച്ചാൽ അറുത്ത് കൊല്ലണല്ലേ, കൊന്നിട്ടല്ലേ തിന്നണത്, ഇല്ലേ? അപ്പോൾ അറുക്കണത് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുക്കണമെന്ന് എങ്ങനെ പിശാചിൻ്റെ നാമമല്ലേ അവിടെ സൂട്ടാവുള്ളൂ. ഒരു ദൈവത്തിൻ്റെ നാമം എങ്ങനെ സൂട്ടാവും? അതുകൊണ്ടാണ് പറയണത് അള്ളാഹു തന്നെയാണ് പിശാച്. മനസ്സിലായോ? ഈ അള്ളാഹു തന്നെയാണ് യഹോവ. ഇത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ കാര്യത്തിൽ സംശയമുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ സംശയമുള്ള ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറയണേ, ഭാഷാ വ്യത്യാസമുണ്ട്. ഖുറാനിൽ അള്ളാഹു എന്ന് പറയുന്നു, ബൈബിളിൽ യഹോവ എന്ന് പറയുന്നു. ബൈബിള് ഹീബ്രു ആണ്, ഖുറാൻ അറബിക്കാണ്. അതാണ് വ്യത്യാസം. പക്ഷേ നമ്മൾ ക്യാരക്ടർ നോക്കണമെങ്കിൽ 6 ദിവസം കൊണ്ട് ഭൂമിയും സകല ചരാചരങ്ങളും സൃഷ്ടിച്ചു. അവസാനത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് ഒരു ഖനി തിന്നരുതെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് അള്ളാഹുവും ചെയ്യണത് ഖുറാനിൽ. അപ്പോൾ അള്ളാഹു യഹോവയോ ഒന്നായില്ലേ? ഒന്നായോ ഇല്ലയോ? ആലോചിച്ച് നോക്ക്. അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ യഹോവയുടെ പുത്രനാണെന്നാണ് പറഞ്ഞത്. ബൈബിള് പറയുന്നത് യഹോവയാണ് ദൈവം. പക്ഷേ യഹോവയാവുന്ന ദൈവം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, സോ കോൾഡ് ദൈവം. ഈ പേപ്പർ ടൈഗർ എന്ന് പറയില്ലേ, അതേപോലത്തെ ദൈവമാണ് ബൈബിൾ ദൈവം. കാരണം യഹോവ പറയണേ, എക്സഡസ് ചാപ്റ്റർ 20, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, അവിടെ ഈ 10 കമാൻഡ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ടല്ലോ. ആ ഭാഗത്ത് ആദ്യം തന്നെ ഒരു ഡയലോഗുണ്ട്. 10 കമാൻഡ്മെൻറ്റ്സ് തുടങ്ങണത്
അതായത് അവിടെ പറയുന്നത് നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. പിന്നെ വർഷിപ്പ് നോ അതർ ഗോഡ് ദാൻ മീ, എന്നെ അല്ലാണ്ട് വേറെ ഒരു ദൈവങ്ങളെയും നീ ആരാധിക്കാൻ പാടില്ല. ബിക്കോസ് ഐ ആം എ ജലസ് ഗോഡ്, എന്തുകൊണ്ടെന്നാൽ ഞാനൊരു അസൂയാലുവായ ദൈവമാകുന്നു. എന്തൊരു കഷ്ടമാണ് നോക്കണേ. ദൈവത്തിന് അസൂയ, ഇതെങ്ങനെ ശരിയാവും? എങ്ങനെ ശരിയാവും? നമ്മൾ അസൂയാവഹമായ നേട്ടം എന്ന് പറയാറുണ്ട് ഇല്ലേ? അപ്പോൾ അവിടെ അസൂയ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. നമ്മളെക്കാൾ സാമ്പത്തികമായോ അല്ലെങ്കിൽ കലാപരമായോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായോ അങ്ങനെയുള്ള ആളുകളോടാണ് നമുക്ക് അസൂയ. ദൈവം എന്ന് വെച്ചാൽ മോസ്റ്റ് ഹൈ എന്നല്ലേ പറഞ്ഞത്, അത്യുന്നതനെന്ന്. അപ്പോൾ പിന്നെ അവൻ എന്തിനാണ് അസൂയ? അതിൻ്റെ അർത്ഥം ഇവൻ അത്യുന്നതൻ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഒരാൾ അയാളുടെ അഫക്റ്റേഷൻ, അയാളുടെ നാട്യം, ആ നാട്യം അയാൾ നടിക്കുന്നത് ദൈവമായിട്ടാണെങ്കിൽ അവൻ പിശാചാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ലോജിക്ക് പിടുത്തം കിട്ടുന്നുണ്ടോ? അതായത് പിശാചിന് മാത്രമേ ദൈവത്തിൻ്റെ ഡ്യൂപ്പായിട്ട് അഭിനയിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവട്ടെ? അതാണ് അവിടെ നടക്കുന്നത്. ഇവൻ ശരിക്കുള്ള ദൈവമല്ലേ യഹോവ, ശരിക്കുള്ളത് അള്ളാഹു. ഇത് യഹോവയും അള്ളാഹു ഒന്ന് തന്നെയാണ്, നല്ല വ്യത്യാസമൊന്നുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഹിന്ദുക്കൾക്കും മനസ്സിലാക്കിയാലും നല്ല, ആരും ഇത് മനസ്സിലാക്കിയാലും അവൻ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം സെമിറ്റിക് മതത്തിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ തൊടുന്നത് പിശാചിനെയാണ് തൊടുന്നത്. മനസ്സിലായി? പിശാചിനെ തൊട്ട് കഴിഞ്ഞാൽ അവൻ പിന്നെ നമ്മളെ കൊണ്ടുപോയിക്കോളും. നമ്മുടെ ലൈഫ് പല ജന്മങ്ങൾ നമ്മൾ അലയേണ്ടി വരും. മനസ്സിലായോ? യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കഥയൊന്ന് നോക്കൂ. അവർ യേശുവിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ആൾക്കാരല്ലേ, എല്ലാത്തിനെയും നാട്ടുകാർ തല്ലിക്കൊന്നു. എല്ലാത്തിനെയും തോമസിനെ കൊന്നത് നമ്മുടെ നാട്ടിൽ വെച്ചാണ്, ഭാരതത്തിൽ വടക്ക് എങ്ങാണ്ട് വെച്ചാണ്, അല്ല ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ ബർത്തലോമിയ, അയാളെ കൊന്നത് ഇവിടെയാണ്. പിന്നെ പത്രോസിനെ കൊന്നത് റോമിൽ, തല കിഴക്കനവിടെ കുരിശി തെറച്ച് പത്രോസിനെ. ഒന്ന് ആലോചിച്ച് നോക്ക്. യേശുവിൻ്റെ ശിഷ്യന്മാരാരെങ്കിലും പായക്കിടന്ന് മരിച്ചിട്ടുണ്ടോ? ലോകരക്ഷകനാണെന്നാണ് പറയണത്, ലോകരക്ഷകൻ. പക്ഷേ ശിഷ്യന്മാരെയൊക്കെ പട്ടിനെ തല്ലിക്കൊല്ലണ പോലെ നാട്ടുകാർ തല്ലിക്കൊന്നു. ഇതിൽ ഒരാൾ വലിഞ്ഞു കയറി വന്നൊരുത്തൻ, ഈ പൗലോസ് എന്നും പറഞ്ഞിട്ട്, പോൾ. അത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടാണ്, ഒരു 6-7 അധ്യായമൊക്കെ കഴിയുമ്പോഴാണ് ഇയാളുടെ രംഗപ്രവേശനം. അതായത് അവിടെ പറയുന്നത് എനിക്ക് തോന്നുന്നു 9-ാം അധ്യായമാണെന്നാണ്, ഒന്നുകിൽ 7-ാം അധ്യായം അല്ല 9-ാം അധ്യായം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ മത്തായി, മാർക്കോസ്, ലൂക്കാസ്, യോഹന്നാൻ, അത് കഴിഞ്ഞിട്ട് വരുന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. അതായത് യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ, അതാണ് അത് സംഭവം. അപ്പോൾ അവിടെ ഈ പൗലോസ് എന്ന് പറഞ്ഞ ഒരാളെ പറ്റി പറയുന്നുണ്ട്, സാവൂൾ എന്നാണ് അയാളുടെ പേര്. അപ്പോൾ അയാൾ ഡമാസ്കസിലോട്ട് പോണേ. കാരണം യേശുവിൻ്റെ അനുയായികളെയൊക്കെ കുറേ എണ്ണത്തിനൊക്കെ ഇയാൾ തല്ലി ഒതുക്കി, ബാക്കിയും കൂടി ഒതുക്കാനായിട്ട് ഡമാസ്കസിലെ ഭരണാധികാരിയുടെ അടുത്ത് നിന്ന് ഒരു സമ്മതപത്രം മേടിക്കാൻ വേണ്ടി ഇദ്ദേഹം പോണേ. അപ്പോൾ പോണ വഴിക്ക് ഇയാൾ പെട്ടെന്ന് കുതിരപ്പുറം താഴെ വീണേ, മിന്നൽ കൊണ്ട പോലെ താഴോട്ട് വീഴണേ. അയാൾ താഴോട്ട് വീഴുമ്പോൾ തന്നെ ആരാണ് നീ എന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് മറുപടി പറയുന്നത്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. മനസ്സിലായില്ലേ? അതായത് യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ ഇത് തുടങ്ങണല്ലേ, പരിപാടി തുടങ്ങണല്ലോ, അപ്പം തന്നെ ഇയാൾ അടിച്ച് എല്ലാത്തിനും ഒതുക്കണേ. അപ്പോൾ ഒതുക്കിക്കഴിഞ്ഞാൽ യേശു ചത്തതൊക്കെ വെറുതെ പോവില്ലേ, കുരിശി കിടന്നതും എല്ലാം വെറുതെ പോവില്ലേ? മനസ്സിലായോ? അപ്പോൾ യേശു 40 ദിവസം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയി. ഇനി അപ്പോൾ പോകുന്ന സമയത്ത് പറയണത് സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു പോയി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ മാലാഖമാർ വന്നിട്ട് പറയണേ, നിങ്ങളെന്താണ് ആകാശത്തോട്ട് നോക്കിയിരിക്കണത്? നിങ്ങൾ ഇപ്പോൾ യേശു പോണത് കണ്ടില്ലേ, അതേപോലെ തന്നെ അവൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണാമെന്നാണ് പറയണത്. പക്ഷേ ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർക്കൊരു പ്രശ്നം വന്നപ്പോൾ യേശു വന്ന്
അപ്പോൾ ഈ യേശുവിൻ്റെ രണ്ടാം വരവും ലോകാവസാനവും കാത്തിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ അവസ്ഥയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതും കാത്തുകൊണ്ട് മനുഷ്യരുടെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും ശരീരം കൊണ്ടുപോയിട്ട് ഭൂമിയിൽ പുഴുക്കൾക്ക് തിന്നാനിട്ട് കൊടുക്കണം മനുഷ്യരുടെ അവസ്ഥയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതുപോലത്തെ പ്രാന്തന്മാർ എൻ്റെ അപ്പൻ്റെ ബോഡിയും കൊണ്ടുപോയി. മനസ്സിലായോ? അതുകൊണ്ടും കൂടിയാണ് ഞാൻ നിർത്താണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. അത്ര വലിയൊരു അബദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും വരാൻ പോണില്ല മുകളിൽ നിന്ന്. ഒരു യേശുവും വരില്ല, ആരും വരില്ല. ഈ കുഴി കിടക്കണത് അത് പുഴുക്കളൊക്കെ തിന്ന് ചീഞ്ഞളിഞ്ഞ് പോവും. അതാണ് സംഭവിക്കുന്നത്. ഇനിയെങ്കിലും ഈ വിഡ്ഢിത്തരവൊന്ന് അവസാനിപ്പിക്കും. യേശു മുകളിൽ നിന്ന് വരുന്നു. ഒന്നാമത് ഈ 3 മതക്കാരും പറയുന്നുണ്ട് മുകളിൽ നിന്ന് ആൾ വരുമെന്ന്. മനസ്സിലായോ? അന്ത്യവിധി നാളെന്ന് പറയും. അത് 3 മതക്കാരുടെ വിശ്വാസമാണ്. യേശു പറയുന്നുണ്ട്, മരിച്ചവർ എൻ്റെ ശബ്ദം കേൾക്കുന്ന നാൾ ഇതാ വന്നു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എവിടെ? 2000 വർഷം മുമ്പ് പറഞ്ഞേ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ നുണ പറയുന്നൊരുത്തൻ. കരുണാകരനെ എനിക്കറിയാം. എൻ്റെ കുട്ടിക്കാലത്ത് കരുണാകരനായിരുന്നു നുണയൻ. രാഷ്ട്രീയക്കാരെന്ന് വെച്ചാൽ നുണയന്മാരാണല്ലോ. അതിൻ്റെ കുറേ നുണയന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെ വാ തുറക്കണതിന് നുണ പറയാൻ വേണ്ടി. പിണറായിനെ പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ അഭിനവ നുണയനാണ് പിണറായി. മനസ്സിലായോ? പക്ഷേ ഇവർ ഇത് 1000 പിണറായും 1000 അല്ലെങ്കിൽ 1 കോടി പിണറായും 1 കോടി കരുണാകരനെ എടുത്തിട്ട് ഒരു ത്രാസിൻ്റെ ഒരു തട്ടിൽ വയ്ക്കുക. യേശുവിനടുത്ത് മറുതട്ടിൽ വെച്ചാലില്ലേ യേശു ഇരിക്കുന്ന തട്ടിനായിരിക്കും ഭാരം കൂടുതൽ. അമ്മാതിരി നുണയാണ് യേശു പറയണം. എല്ലാം പറഞ്ഞതെല്ലാം നുണയല്ലേ? എല്ലാം നുണയല്ലേ? എവിടെയാണ് യേശു സത്യം പറഞ്ഞേക്കണത്? ഒരിടത്ത് പറയും യോഹന്നാൻ ഞാൻ തിരിച്ചു വരുവോളം, അതായത് രണ്ടാം വരവ്, ലോകാവസാനം, അന്ത്യവിധി, ഞാൻ തിരിച്ചു വരുവോളം യോഹന്നാൻ ജീവനോടെ ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കെന്താണ് പത്രോസേ എന്ന് ചോദിക്കും. മനസ്സിലായോ? പക്ഷേ നീ എന്നാണ് തിരിച്ചു വരുന്നത്, നിൻ്റെ തീയതി മണിക്കൂർ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നത് തീയതി മണിക്കൂർ എനിക്കറിയാൻ പാടില്ല കേട്ടോ, അത് ദൈവത്തിന് മാത്രം അറിയാമെന്ന് പറയും. ഇനി ഈ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറയും. മനസ്സിലായോ? ഈ ദൈവം എൻ്റെ ഉള്ളിലാണ്, ഞാൻ ദൈവത്തിൻ്റെ ഉള്ളിലാണെന്നും പറയും. ഇതൊക്കെ പറയുന്ന ഒരു ഒറ്റ ആൾ തന്നെ. അപ്പോൾ യേശുവിനെ പോലെ ഒരു കള്ളൻ വേറെ ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇന്നത്തേക്ക് പോസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ മറിയയും യോസഫും തമ്മിലുള്ള കല്യാണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ വിവാഹം എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ എന്താ സംഭവിച്ചത്? അതായത് മറിയ യോസഫിൻ്റെ പ്രതിശ്രുത വധുവായിരുന്നു. എന്നാൽ അവർ സഹവസിക്കും മുമ്പ് മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. ഒരു തെറ്റ് ആണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് പരിശുദ്ധാത്മാവാണ് തെറ്റ് ചെയ്തത്. അപ്പോൾ തെറ്റോക്കെ. പരിശുദ്ധാത്മാവ് ചെയ്താൽ എല്ലാവർക്കും ചെയ്യാമല്ലോ, എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആ മെസ്സേജ് എന്താണ് വിടുന്നത് നിങ്ങൾ ആലോചിക്കണം. ഈ കഥയിലൂടെ ഈ ചീഞ്ഞ് നാറി പുഴുത്ത കഥകളാണ് ഇതേപോലത്തെ എല്ലാ കഥകളും ബൈബിളിൽ. അപ്പോൾ ഇത് നൽകുന്ന മെസ്സേജ് എന്താണ് ഇത് കൊടുക്കുന്നത്? എന്ത് ഗുഡ്നെസ്സാണ് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോണത്? എന്ത് നന്മയാണ് ഉണ്ടാകാൻ പോണത്? ഒന്നും ഉണ്ടാകാൻ പോകില്ല. ചീത്ത കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? കക്കൂസപ്പാട്ട തുറന്നാലേ നാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് കിടക്കുന്നത് മലമാണ് കിടക്കുന്നത്. അതേപോലെയാണ് ബൈബിളിനെ കുറിച്ച് ഞാൻ പറയണത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ പറയും, നിൻ്റെ രണ്ടാം വരവ് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റും ഹവറും തീയതി മണിക്കൂറും പറയാൻ പറഞ്ഞാൽ യേശു പറയും അതെനിക്കറിയാൻ പാടില്ല, തീയതി മണിക്കൂറും എനിക്കറിയാൻ പാടില്ല, അത് ദൈവത്തിന് മാത്രം അറിയാം, പിതാവിന് മാത്രം അറിയാം, സ്വർഗത്തിലെ മാലാഖമാർക്ക് പോലും അറിയാൻ പാടില്ല. ഭയങ്കര രഹസ്യമാണ്. ഇനി ഇത് തന്നെ മുസ്ലിങ്ങളോട് ചോദിച്ചാൽ പറയും അള്ളാഹുവാണ് വരുന്നത്, ഇവിടെ യേശുവാണ് വരുന്നത്. മുസ്ലിങ്ങളുടെ ഇതിൽ അള്ളാഹുവാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മറിയയുടെ കല്യാണത്തിൻ്റെ കാര്യം അതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. മറിയയും യോസഫും തമ്മിൽ താലി കെട്ടുന്നു. കല്യാണം, താലിയൊന്നുമില്ല, അത് അവരുടെ യഹൂദ ആചാരപ്രകാരമുള്ള കല്യാണം. ആ കല്യാണ സമയത്ത് നാട്ടുകാരുണ്ട്. കാരണം കാനായിലെ വിവാഹ വിരുന്നിന് പോയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ആൾക്കാർ അടിച്ച് ഫിറ്റായി മദ്യം തീർന്നു പോയെന്നൊക്കെ പറയും. അപ്പോൾ അവിടെ കല്യാണത്തിന് ആൾക്കാർ വരാറുണ്ടായിരുന്നു. അപ്പോൾ മറിയയുടെയും യോസഫിൻ്റെയും കല്യാണത്തിന് നാട്ടുകാർ വന്നിട്ടുണ്ട് ഇല്ലേ? നാട്ടുകാർക്ക് അറിയാമോ മറിയ ഗർഭിണിയാണെന്ന്? അറിയാമോ? അറിയില്ലല്ലോ.
അറിയുമായിരുന്നെങ്കിൽ നാട്ടുകാർ യഹൂദരാണ്. യോസഫ് മറിയനെ കെട്ടണതിന് മുമ്പ് മറിയ ഗർഭിണിയായിരുന്നു എന്ന് നാട്ടുകാരറിഞ്ഞാൽ യഹൂദര നിയമപ്രകാരം ഒരു എന്താ പറയുക, വിവാഹസമ്മതം കഴിഞ്ഞ ഒരു സ്ത്രീയെ അവൾ വേറൊരുത്തനുമായിട്ട് പോയി ഇത് ചെയ്തിട്ട് അവൾ ഗർഭിണിയായാൽ, അവൾ വേറെ ആയിട്ട് പരിപാടി ചെയ്താൽ, അത് സെക്സ് ചെയ്താൽ അവളെയും അവളുമായിട്ട് ശയിച്ച ആളെയും കൊന്നുകളയാനാണ് പറയണത്, കല്ലെറിഞ്ഞ് കൊല്ലാനാണ് പറയണത് ആവർത്തന പുസ്തകത്തിൽ. ഓക്കെ, അപ്പോൾ യേശു പറഞ്ഞെന്താണ്, പഴയ നിയമത്തിലെ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാനല്ല ഞാൻ വന്നേക്കണത്, ആ പൂർത്തീകരിക്കാനാണ് വന്നേക്കണം. അങ്ങനെ യേശു ജനിക്കാനേ പാടില്ല. മനസ്സിലായോ? അപ്പോൾ അതുപോട്ടെ, ഇങ്ങനെ വിഷയം ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കണേ. കാരണം ഏതെടുത്താലും കള്ളമുള്ളൂ. പിന്നെ എന്ത് ചെയ്യും? ഒരു കാര്യം പറഞ്ഞൊരു അതിൻ്റെ കള്ള ഓർമ്മ വരും, അപ്പോൾ അതിനെക്കുറിച്ച് പറയും. മനസ്സിലായോ? അങ്ങനെയാണ് വിഷയം മാറിപ്പോണം. അപ്പോൾ മറിയുടെ വിവാഹത്തിനെക്കുറിച്ച് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നാട്ടുകാർക്ക് അറിയാൻ പാടില്ല, വിവാഹം എന്ന് തന്നെ പറയാൻ പാടില്ല. വിവാഹം എന്ന് പറഞ്ഞാൽ 1 to 1 ആണ്. ഒരാൾ മറ്റൊരാളെ കല്യാണം കഴിക്കുന്നത്. മറിയ എന്ന് പറഞ്ഞാൽ ഗർഭിണിയാണ്. അപ്പോൾ ഗർഭിണിയായ ഒരു സ്ത്രീ 2 in 1 ആണ്. ആ ഒരു സ്ത്രീ മാത്രമല്ല, അതിൻ്റെ അകത്ത് വേറൊരു ജീവനും കൂടിയുണ്ട്. മനസ്സിലായോ? അവ 2 ജീവനാണ്. കല്യാണം എന്ന് വെച്ചാൽ ഒരു ജീവൻ മറ്റൊരു ജീവനെ കല്യാണം കഴിക്കുക, അതാണ് കല്യാണം. അങ്ങനെ ഗർഭിണിയായി കല്യാണം കഴിക്കണമെങ്കിൽ അവൾ പ്രസവിച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം, അതാണ് അതിൻ്റെ ശരി. ഈ ഗർഭിണിയായവളെ, അതും അവളെ ആരാണോ ഗർഭിണിയാക്കിയത് അയാളാണ് കല്യാണം കഴിക്കേണ്ടത്. അവളെ കൊച്ചിൻ്റെ അച്ഛനല്ലേ കല്യാണം കഴിക്കേണ്ടത്. ഇത് അവളെ ഗർഭിണിയാക്കിയ ആളെ കല്യാണം കഴിക്കണില്ല, ജോസഫിനെ നിർബന്ധിച്ച് കെട്ടിക്കണം. ഈ സ്റ്റോറി നൽകുന്ന മെസ്സേജ് എന്താണ് പോയി? എന്ത് നല്ല മെസ്സേജാണ് നൽകുന്നത്? അപ്പോൾ യേശുവിൻ്റെ വളർത്തച്ഛനായ യോസഫും യേശുവിൻ്റെ അമ്മയായ മറിയവും ഈ സോ കോൾഡ് മാരേജ് നടക്കുന്ന സമയത്ത് യേശു മറിയയുടെ ഉദരത്തിലുണ്ട്. പക്ഷേ നാട്ടുകാർക്ക് അത് അറിയാൻ പാടില്ല. അതായത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രദേശവാസികളെയൊക്കെ വഞ്ചിച്ചവനാണ് യേശു. അങ്ങനെയുള്ളൊരുത്തൻ ജനിച്ച് ഒരു 33 വർഷം ജീവിച്ചാൽ ഈ 2000 വർഷമായിട്ടുള്ള ദുരിതം മുഴുവനും ഉണ്ടാക്കിയത് ഇവനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവനാണ് കൾപ്രിറ്റ്, ഇവനാണ് കുറ്റവാളി. യേശു അവനാണ് ദ ബാസ്റ്റേർഡ് ഓഫ് ഇസ്രായേൽ എന്നാണ് അവനെ വിളിക്കേണ്ടത്. മനസ്സിലായോ? അല്ലാണ്ട് ലയൺ ഓഫ് ജൂഡ എന്നൊന്നും അല്ല വിളിക്കേണ്ടത്. ഓക്കെ, ലയൺ ഓഫ് ജൂഡ എന്ന് ക്രിസ്ത്യാനെ വിളിക്കൂ, ഈ ഫെയ്ത്തിൻ്റെ ഇതിൽ വിശ്വാസികൾ. പക്ഷേ അങ്ങനെ വിളിക്കാൻ പാടില്ല യേശുവിനെ. കാരണം യേശു മരിക്കുമ്പോൾ അയ്യോ ഡാഡി എന്നെ രക്ഷിച്ചില്ലല്ല ഡാഡി, അയ്യോ എന്നാലും എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ല ഡാഡി എന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ടാണ് മരിക്കണത്. അത് ലയൺ ഓഫ് ജൂഡയുടെ ലക്ഷണമല്ല, അത് ഒരു ലയണിൻ്റെ ലക്ഷണമല്ല അത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ യേശു ആരുമല്ല, നത്തിങ് ബട്ട് ഫ്രോഡ്, കംപ്ലീറ്റ് ഫ്രോഡാണ്. വേറൊരു കാര്യം കൂടി പറയട്ടെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്. അതായത് ബൈബിളിൽ പറയുന്നത് യേശുവിനെ കുരിശിക്കിടത്തിയേക്കുന്ന സമയത്ത് അവിടെ എന്തെല്ലാം സംഭവിച്ചോ അതെല്ലാം ഫ്രോഡാണ്. ഓരോന്നോരോന്നായിട്ട് ഞാനത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യം കൂടി കേട്ടോളൂ. യേശുവിനെ കുരിശി കിടക്കുന്ന സമയത്ത് യേശുവിൻ്റെ അടുത്ത് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, അതായത് യോഹന്നാൻ, പിന്നെ യേശുവിൻ്റെ അമ്മ, ഇവർ നിൽപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ബൈബിളിൽ. അപ്പോൾ യേശു കുരിശി കിടന്നുകൊണ്ട് പറയണേ യോഹന്നാനോട്, യേശുവിൻ്റെ ശിഷ്യനോട്, അരുമ ശിഷ്യനോട്, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ. എന്നിട്ട് അമ്മനോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. അമ്മയെന്ന് വിളിക്കണില്ലേ, സ്ത്രീയെന്നാ വിളിക്കണം. അവിടെ ചാകണ സമയത്ത് പോലും സ്ത്രീയെന്നാ വിളിക്കണം അമ്മനെ. എന്നാ ആലോചിച്ച് നോക്ക്. കാരണം എന്താണ്? യേശു പറഞ്ഞെന്താണ്? യോഹന്നാൻ്റെ പുസ്തകം 10-ാം അധ്യായം 30-ാം വാക്യം. അവിടെ യേശു പറഞ്ഞത് ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ എന്നാണ് പറഞ്ഞത്. ഞാനും എൻ്റെ പിതാവ് ഒന്നാണെന്നാണ് പറയണത്. മനസ്സിലായോ? അപ്പോൾ പിന്നെ മറിയയുടെ പുത്രനും മറിയയുടെ ഭർത്താവും ഒരൊറ്റ ആളാവും. മനസ്സിലായോ? ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് മദർ എന്നും പറഞ്ഞിട്ട്, പിന്നെ FU എന്നും പറഞ്ഞിട്ട്, CKER എന്നും പറഞ്ഞിട്ട്, ആ വാക്കായി മാറും യേശു. മനസ്സിലായോ? അതുപോട്ടെ, എന്തായാലും യേശുവിൻ്റെ അമ്മനെ കാണിച്ചിട്ട് യേശു പറയണേ ഇതാ നിൻ്റെ മകൻ എന്ന് പറയണേ, ഇതാ നിൻ്റെ അമ്മ എന്ന് പറയണേ യോഹന്നാനോട്. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ. അപ്പോൾ യോഹന്നാനോട് പറയും ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ യോഹന്നാൻ അവളെയും കൊണ്ട്
യോഹന്നാൻ്റെ വീട്ടിലോട്ട് പോയിന്ന്. യേശുവിൻ്റെ അമ്മന യേശു ചാകാൻ നേരം കൂട്ടുകാരനെ കൂട്ടിക്കൊടുത്ത്. ഇങ്ങനെ ഒരു സാധനം, ഇത് പിശാചാകാനായിട്ട് ഇതിലും പറ്റിയൊരു കാൻഡിഡേറ്റ് വേറെ ഒരാളെ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഇവൻ തന്നെയാണ് പിശാച്, നസ്രായനായ യേശു. മനസ്സിലായോ? അവൻ ചെയ്ത പണി നോക്ക്, എഴുതി വെച്ചേക്കണേ. പക്ഷെ സത്യത്തിൽ അവൻ നടന്നിട്ടില്ല. പക്ഷേ ഇതാണ് എൻ്റെ അപ്പം പറഞ്ഞത്, ബൈബിൾ ബുക്ക് എന്ന് പറയുന്നത്, അതായത് പിശാചിൻ്റെ മനസ്സിൻ്റെ ആവിഷ്കാരം, അതാണ് ബൈബിൾ പുസ്തകം എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അതായത് ഇതിവിടെ ഇപ്പം ഈ കാര്യം നടന്നിട്ടില്ല എന്ന് ഞാൻ തെളിയിച്ചു തരാം നിങ്ങൾക്ക്. അതായത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, യേശുവിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ പറയുന്ന യോഹന്നാൻ തുണിയിടാണ്ടാണ് ഓടിയത്. ഷഡ്ഡിയിടാൻ സമയം കിട്ടിയില്ല യോഹന്നാന്. അടിവസ്ത്രം പോലും ഇല്ലാണ്ടാണ് യോഹന്നാൻ ഓടിയത്. എന്നിട്ട് ഈ പോലീസുകാർ യോഹന്നാനെ പിടിക്കുന്നുണ്ട്. കാരണം യോഹന്നാൻ ഇയാളെ പുറകെ വരികയും ചെയ്യും. പോയിട്ട് ഇതാരാണെന്നറിയാൻ, ചിലപ്പോൾ തുണിയെടുക്കാൻ ഷഡ്ഡി എടുക്കാൻ വന്നായിരിക്കും, എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ. യോഹന്നാൻ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഒരാൾ പിടിക്കും യോഹന്നാനെ. അപ്പോൾ യോഹന്നാൻ അവിടെ പറയുന്നത് ഒരു പുതപ്പ് മാത്രം ഉണ്ടായിരുന്നുള്ളതെന്ന് പറഞ്ഞത്, ദേഹം മുഴുവനും ചുറ്റിയേക്കണം. ആ പുതപ്പിട്ട് വെച്ച് ഫുൾ ഫ്രീക്കിൽ ഓടിക്കളഞ്ഞെന്നാണ് എഴുതിയേക്കണത്. മനസ്സിലായോ? അപ്പോൾ 12 പേരുമായിട്ട് അർദ്ധരാത്രി യേശു നിൽക്കുന്ന സമയത്ത് ഒരു ശിഷ്യൻ്റെ അടിവസ്ത്രവും ഇല്ലാണ്ട് പോയി. അതെങ്ങാട് പോയി? അടിവസ്ത്രത്തോടെ പോയി. അത് അർദ്ധരാത്രി സമയത്ത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ പറയാനാണെങ്കിലുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ട്. യേശു പിശാചാണെന്ന് അറിയാനായിട്ട് ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും, അത്രേ ഉള്ളൂ. അല്ലാത്തവർ അത് മനസ്സിലാക്കണമെന്ന്, അതവരുടെ വിധിയാണ് മനസ്സിലാക്കാതെ പോകുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വൈ. ലോകത്തിൽ എന്ത് സംഭവിക്കുന്നതും വിധിയാണെന്ന് കരുതുക, അതാണ് സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. വിധി പോലെ സംഭവിക്കുള്ളൂ. എന്തോരം പേര് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു, ഒരാൾക്കല്ലേ ഫസ്റ്റ് പ്രൈസ് അടിക്കണത്, അത് അയാൾ വിധിയാണ് അയാൾക്ക് അടിക്കണം എന്നുള്ളത്. മനസ്സിലായോ? എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ബൈബിളിലുള്ള കാര്യങ്ങളാണ്. ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പക്ഷെ എന്നോട് സംവാദം നടത്തുന്ന ആൾക്കാർ സംസാരിക്കണ പോലെ അത് ആടിനെ പട്ടിയാക്കണ വിധത്തിൽ വ്യാഖ്യാനിച്ച് ഒരു ബൈബിൾ വചനവും പറയാതെ വ്യാഖ്യാനിച്ച് വെളുപ്പിക്കണ സ്വഭാവം എനിക്കില്ല. മനസ്സിലായോ? കാരണം ഞാൻ സംസാരിക്കുന്ന ടെസ്റ്റിമോണി ഉണ്ടാവും. ടെസ്റ്റിമോണി ഇല്ലാണ്ട് സംസാരിക്കത്തില്ല. ടെസ്റ്റിമോണി എന്ന് പറഞ്ഞാൽ എ ഡിഗ്രി അറ്റസ്റ്റഡ് ഇൻ ദ സ്ക്രിപ്ചർ, അതാണ് ടെസ്റ്റിമോണി. അപ്പോൾ സ്ക്രിപ്ചറില്ലാണ്ട് നമ്മൾ സംസാരിക്കത്തില്ല. മനസ്സിലായോ? അത് നമുക്ക് നിർബന്ധമാണ്. അല്ലാണ്ട് ആർക്കും എന്തും പറയാലോ, ആർക്കും എന്ത് എല്ലില്ലാത്ത നാവാൻ എന്തും പറയാം. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ അത് കിതാബിലുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കിതാബിലുണ്ട്. ഒരു ശിഷ്യൻ ഒരുത്തൻ യേശുവിന് 12 പേരുണ്ടായിരുന്നു, 11 പേരുണ്ടായിരുന്നു. യൂദാസ് പോയി, ആദ്യം തന്നെ പോലീസിനെ വിളിക്കാൻ പോയി. യൂദാസും കൂടിയാണ് പോലീസായിട്ട് യൂദാസ് വരുന്നത് യേശുവിനെ പിടിക്കാനായിട്ട്. അപ്പോൾ പിടിക്കുമ്പോൾ തന്നെ എല്ലാവരും ഓടിക്കളഞ്ഞെന്നാണ് എഴുതിയേക്കണം. ഒരു ശിഷ്യൻ മാത്രം, ഒരുത്തൻ മാത്രം പുറകെ പോയി. എന്നിട്ട് യേശുവിൻ്റെ പുറകെ, യേശുവിനെ കൊണ്ടുപോകണേണല്ലോ പോലീസ്. അപ്പോൾ പുറകെ പോണവനെ പോലീസ് പിടിച്ചപ്പോൾ അവൻ ആകെ കൂടി ഒരു പുതപ്പ് മാത്രമാണ് ചുറ്റിയിരുന്നത്. മാർക്കോസിൻ്റെ പുസ്തകത്തിലുണ്ട് കേട്ടോ, ഇത് നിങ്ങൾ പോയി നോക്കിക്കോളൂ. അപ്പോൾ പുതപ്പ് മാത്രം ചുറ്റിയിരുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് പിടിച്ചപ്പോൾ അവൻ ഈ പുതപ്പിട്ടിച്ച് ഫുൾ ഫ്രീക്കിൽ അവൻ ഓടിപ്പോയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ അകടെ എന്തുകൊണ്ട് പുതപ്പ് മാത്രം? അകടെ തുണി എവിടെ? ഈ അർദ്ധരാത്രി സമയം തുണി അവിടെ പോയി. ഒന്നാമതേ അതിൽ പറയുന്നുണ്ട്, ഗെത്സമനി പ്രയറിൻ്റെ സമയത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവരൊക്കെ ഉറക്കുമായിരുന്നെന്ന് പറയുന്നുണ്ട്, ക്ഷീണിച്ചുറങ്ങണമായിരുന്നു. അപ്പോൾ ക്ഷീണിച്ചുറങ്ങണ സമയത്ത് ഒരു ശിഷ്യനെ യേശു പീഡിപ്പിക്കണമായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ തുണിയില്ലാണ്ടായി പോയത്. മനസ്സിലായോ? നിങ്ങൾ മദ്രസയെ പീഡിപ്പിക്കണം എന്ന് പറയില്ലേ, ഈ കുരിശിൽ തൂങ്ങിക്കിടക്കണം അവനും പീഡകം തന്നെയായിരുന്നു. അതാണ് ഞാൻ പറയണത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ശിഷ്യൻ്റെ ഈ ഒന്നാമത്തെ കാര്യം, ഇവരൊക്കെ യങ്സ്റ്റേഴ്സ് ആയിരുന്നു. യേശുവിനെ സംബന്ധിച്ച് 33 വയസ്സുണ്ടെങ്കിലും ഇവർ ക്രിസ്ത്യൻ ചരിത്രകാരന്മാർ പറയുന്നത് യോഹന്നാനൊക്കെ 20 വയസ്സ് പോലും ഉണ്ടായിരുന്നില്ല, വളരെ ചെറുപ്പക്കാരായിരുന്നു എന്നാണ് പറയണത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരു 33 വയസ്സുകാരെ പീഡിപ്പിക്കുന്നു പറയുമ്പോൾ ഒരുമാതിരി എന്താ പറയുക, പീഡോഫീൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഞാൻ പറയുന്നില്ല. എന്തായാലും
സംഭവം നടന്നത്